ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റാണ്. ഇപ്പോൾ ഒരു 2 വലിയ ക്യാരറ്റ് അതിൻ്റെ പുറമേ ഉള്ള ആ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഈ ഒരു രീതിക്കൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചാണ്. ഞാനിപ്പോൾ ഒരു 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓറഞ്ച് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് കയ്പ്പായി പോകും, പിന്നെ നമുക്കത് കുടിക്കാൻ പറ്റാതാകും. അതുകൊണ്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിന് അത്യാവശ്യം മധുരം ഉള്ളതാണ്, അത് നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരുപാടങ്ങ് വെള്ളം വേണ്ട, ഓറഞ്ചിന് അത്യാവശ്യം ജ്യൂസ് ഉള്ളതല്ലേ, അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചതിന് ശേഷം നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായി അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്